വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം കുരിശി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 23 ഒക്ടോബർ മാസം 2025 രാവിലെ 8:18 ആയിട്ടുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് എത്ര പേര് നോക്കി എന്നറിഞ്ഞൂടാ. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എത്ര ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ എത്ര മാസത്തിന് ശേഷം ആണ് നിഫ്റ്റി ഫ്യൂച്ചർ ഈ 25,995 അല്ലെങ്കിൽ 26,000 അടുത്ത് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ തന്നെ പറഞ്ഞേക്കാം, ഒരു വർഷത്തിന് ശേഷം മോർ ദാൻ 1 ഇയർ, അതായത് 1 ഒക്ടോബർ 2024 നിഫ്റ്റി ഫ്യൂച്ചർ ഈ ലെവലിൽ വരുന്നത്. അതിനുശേഷം ഈ ലെവലിൽ, അതായത് ഈ ഏരിയയിൽ, ഈ സ്ഥലത്ത് തിരിച്ച് വരുന്നത് ഈ സമയത്താണ്, അതായത് 20 ഒക്ടോബറും പിന്നെ ഇന്നലത്തെ ആ മുഹൂർത്ത് ട്രേഡിങ്ങും. അപ്പോൾ ഈ ഏരിയയിലോട്ട് വരുമ്പോൾ നിഫ്റ്റി പഴയ വന്ന വഴികൾ അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ പഴയ വന്ന വഴികൾ മറക്കുവോ, അല്ല അത് നിന്ന് ആലോചിച്ച് ആ പരിചയം, ആ ഏരിയയും ആ സ്ഥലവുമായിട്ടുള്ള പരിചയം പുതുക്കി വീണ്ടും മുന്നോട്ട് തന്നെ കുതിക്കുവോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുക. എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആകുമെന്ന് അറിഞ്ഞൂടാ. സോ ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ 135 രൂപയാണ് ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. സോ ഓപ്പണിൻ്റെ അവിടെ അറ്റ് ദ മണി എന്താണോ ആ അറ്റ് ദ മണി ബേസ് ചെയ്തിട്ട് നോക്കുക എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ലെവൽസാണ് 26,100, 25,995, പിന്നെ അതിന് താഴെ 25,775 എന്നുള്ളൊരു സപ്പോർട്ടും കിടപ്പുണ്ട്. ഇതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ നല്ല നല്ല ട്രേഡുകളിൽ എൻട്രി ചെയ്യുക. നല്ല നല്ല ലാഭങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല എൻട്രി നിങ്ങൾക്ക് കിട്ടിയ സന്തോഷം നിങ്ങൾക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.